കൊച്ചിനെ ഇങ്ങനെ കൊണ്ടുപോയി ഈ മരുന്നുകൾക്ക് അത് പൊതിഞ്ഞ് ഇങ്ങനെ തൂക്കിയിട്ടിട്ട് താഴെ നിന്ന് ഈ ആഴി കത്തിക്കുക. ആഴി കത്തിച്ച് ഇതിൻ്റെ ചൂട് ഇതിലേക്ക് അടിക്കുമ്പം ഇതിൽ നിന്ന് ഒരു തൈലം പോലെ തുള്ളി തുള്ളിയായിട്ട് താഴോട്ട് വീഴും. അത് പാത്രത്തിൽ ശേഖരിക്കുന്ന ഈ മരുന്നിനെ പിള്ളതൈലം എന്നാണ് പറയുന്നത്. പിണ്ണതൈലം എന്ന് പറഞ്ഞൊരു തൈലമുണ്ട് ആയുർവേദത്തിൽ, ഇതിനെ പിള്ളതൈലം എന്നാണ് പറയുന്നത്. അപ്പം ഈ തൈലം ഉപയോഗിച്ചിട്ട് ഒരുപാട് ഒടിവിദ്യകൾ. മന്ത്രവാദത്തിലെ ഒടിവിദ്യ എന്നുണ്ടോ? ഞാനിങ്ങനെ ഇത് കേട്ടിട്ടുണ്ട്, പക്ഷെ എന്താണെന്നറിയില്ല. അപ്പോൾ പ്രേക്ഷകർ കൂടെ വേണ്ടിയിട്ട് എന്താണെന്നൊന്ന് പറയാമോ? ഒടിവിദ്യ എന്ന് പറയുന്നൊരു വിദ്യ ഉള്ളതാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു സിനിമ ഇറങ്ങിയത്, ഒടിയൻ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയത്. അപ്പോൾ അതിനകത്ത് ഒടിവിദ്യയെക്കുറിച്ചൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ഒടിവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഉള്ളതാണ്. ഇത് മരുന്നുകളാണ്, മരുന്നുകളുടെ ഒരു കൂട്ടാണ്. മരുന്നുകളുടെ ഒരു കൂട്ടും പല മരുന്നുകൾ ചേർത്തുകൊണ്ടും ചില മരുന്നുകൾ ഒറ്റമൂലിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വിദ്യയാണ് ഒടിവിദ്യ എന്ന് പറയുന്നത്. അപ്പം ഒടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് മുമ്പേ ആ സ്തംഭനത്തിൻ്റെ കാര്യം പറഞ്ഞില്ല, സ്തംഭന ഒടി എന്നും പറഞ്ഞൊക്കെ ഒടിയുണ്ട്. അതായത് ഒരാളെ നമ്മൾ മുമ്പിലിരുത്തിക്കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് അല്ലെങ്കിൽ അയാളുടെ പേരും നാളും പറഞ്ഞുകൊണ്ട് നമ്മളൊരു മരുന്ന് ഒടിച്ചാൽ ഈ പറയുന്ന വ്യക്തിക്ക് ഒടി വീഴും. ഒടി വീഴുക എന്ന് പറഞ്ഞാൽ ഇത് സ്തംഭനം പോലുള്ള സംവിധാനമാണ് വരുന്നത്. അതായത് ഈ ജോയിൻറ്റുകൾക്കെല്ലാം വേദന ഉണ്ടാകും, ഇദ്ദേഹത്തിൻ്റെ എല്ലാ മേഖലയും സ്തംഭിക്കും. ഒടി അതാണ് ശരിക്കും പറഞ്ഞാൽ സ്തംഭന ഒടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരുന്ന് നമ്മൾ ഒടിച്ചാൽ അങ്ങനെ അതൊരു ഒടി. അതുകൂടാതെ ചില മരുന്നുകൾ കൂട്ടിച്ചേർത്ത് വളച്ചും ഒടിച്ചും അല്ലെങ്കിൽ അത് കെട്ടേണ്ട രീതിയിലൊക്കെ കെട്ടിയിട്ട് ഇദ്ദേഹം നടന്നു പോകുന്ന വഴിയിലിട്ടാൽ ഇദ്ദേഹം ഇത് കവച്ച് കടന്നാൽ, അല്ലെങ്കിൽ ചിലർ കുഴിച്ചിടും, മണ്ണിൽ കുഴിച്ചിട്ടിട്ട് ഇയാൾ സ്ഥിരമായിട്ട് നടന്നു പോകുന്ന വഴികളിൽ, അപ്പം നമുക്ക് ആർക്കിട്ടെങ്കിലും ചെയ്യണമെങ്കിലുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ ഈ സാധനം കുഴിച്ചിടുകയോ അല്ലെങ്കിൽ ചുമ്മാ ഇടുകയോ ചെയ്താൽ ഈ വരുന്ന ആൾ ഈ മരുന്ന് കവച്ച് കടന്നാൽ ഇദ്ദേഹത്തിന് ഒടി വീഴും. അതും ഈ പറയുന്ന പോലെ ശരീരത്തിന് ഒടിയാകും, ഇയാളുടെ പ്രവൃത്തികൾക്കെല്ലാം ഒടി വീഴും. അപ്പം ഇതും ഒരു ഒടിവിദ്യയാണ്. ഇനി ഇതൊന്നും അല്ലാതെ ഒടിയിലകത്ത് ഒത്തിരി വിദ്യകൾ വേറെയുണ്ട്. അതായത് ഒടി മറയുക എന്നും പറഞ്ഞൊരു വിദ്യയുണ്ട്. അതാണ് ഈ മറ്റേ നമ്മുടെ സിനിമയ്ക്കകത്ത് കാണിക്കും ഒടി മറയുക. ഒടി മറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മരുന്നുകൾ കൂട്ടിയെടുത്ത് മഷി പുരട്ടി നമ്മൾക്ക് നമ്മുടെ ശരീരത്ത് തൂത്താൽ നമ്മളെ ആരും കാണില്ല. അങ്ങനെ നമ്മളെ ആരും കാണില്ല, നമുക്കെല്ലാവരെയും കാണാം. അങ്ങനെ വീടുകളൊക്കെ മോഷ്ടിക്കാൻ ഈ ഒടിയന്മാർ വരും എന്ന് പറയുന്നതൊക്കെ ഇങ്ങനെ പണ്ടൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് മോഷണം ഒരു വിദ്യയാക്കി എടുത്ത കാലമല്ലെന്നേ. അന്നത്തെ ആ കാലത്ത് പഞ്ഞം കൊണ്ട് മോഷ്ടിച്ചത്, ഭക്ഷണത്തിന് വേണ്ടിയുള്ള മോഷണങ്ങളൊക്കെ ഉള്ളൂ. അങ്ങനെയുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്കിവിടെ, നമ്മുടെ ഭാരതത്തിൽ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഭക്ഷണത്തിന് ഗതിയില്ലാത്ത. അപ്പോൾ ആ കാലത്ത് ഭക്ഷണത്തിന് വേണ്ടിയുള്ള മോഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ളൂ, അല്ലാതെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മോഷണങ്ങളൊന്നും നടത്തിയിട്ടില്ല. അപ്പം ഇതിനകത്ത് മെയിനായിട്ടൊരു മരുന്നെന്ന് പറയുന്നത്, അതായത് ആ സിനിമയ്ക്കകത്ത് അതിൻ്റെ ഏതാനും ഭാഗങ്ങൾ പറയുന്നുണ്ട്, എങ്കിലും എനിക്കറിയാവുന്ന കാര്യം ഞാനൊന്ന് പറയാം. ഇതിനകത്ത് മെയിൻ മരുന്നെന്ന് പറയുന്ന ഒരു കൂട്ടാണ്. ആ കൂട്ട് എന്ന് പറയുന്നത് കന്നിപ്രസവം. കന്നി പ്രസവിച്ച കൊച്ച്, പ്രസവത്തിലെ കുട്ടി, ആ പ്രസവിക്കുന്ന കുട്ടി, ആ കുട്ടീനെ എടുത്തുകൊണ്ട് പോയി ഇവർ പല മരുന്നിനകത്ത് പൊതിഞ്ഞ് മരുന്നിൻ്റെ വള്ളികൾ കൊണ്ട് തന്നെ ചുറ്റിക്കെട്ടിയിട്ട് എവിടെയെങ്കിലും ഒരു മരക്കൊമ്പിലോ എവിടെയെങ്കിലും കൊണ്ട് തൂക്കിയിട്ടിട്ട് അതിനടിയിൽ വേറെ ചില മരുന്നുകളുടെ മരുന്നുകൾ കൊണ്ട് താഴെ ആഴിയിടും, തീയിട്ടിട്ട്, അതായത് ഈ തൂക്കിയിട്ടേക്കുന്നതിൻ്റെ നേരെ താഴെ. എന്നിട്ട് ഈ ആഴിയുടെ ചൂട് ഈ കുഞ്ഞിനെ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ടല്ലോ, പറയാൻ പറ്റില്ല, പക്ഷേ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ മരുന്നുണ്ടാക്കിക്കൊടുന്നത് അന്നക്കാലം. അപ്പോൾ അതിനുവേണ്ടിയാണ് അതിനകത്ത് കൊച്ചിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്, ഒടിയനകത്ത് ഈ സിനിമയ്ക്കകത്ത് പറയുന്നുണ്ട്. അപ്പം ഈ കൊച്ചിനെ ഇങ്ങനെ കൊണ്ടുപോയി ഈ മരുന്നുകൾക്ക് അത് പൊതിഞ്ഞ് ഇങ്ങനെ തൂക്കിയിട്ടിട്ട് താഴെ നിന്ന് ഈ ആഴി കത്തിക്കുക.
ആഴി കത്തിച്ച് ഇതിൻ്റെ ചൂട് ഇതിലേക്ക് അടിക്കുമ്പം ഇതിൽ നിന്ന് ഒരു തൈലം പോലെ തുള്ളി തുള്ളിയായിട്ട് താഴോട്ട് വീഴും. അത് പാത്രത്തിൽ ശേഖരിക്കുന്ന ഈ മരുന്നിനെ പിള്ളതൈലം എന്നാണ് പറയുന്നത്. പിണ്ണതൈലം എന്ന് പറഞ്ഞൊരു തൈലമുണ്ട് ആയുർവേദത്തിൽ, ഇതിനെ പിള്ളതൈലം എന്നാണ് പറയുന്നത്. അപ്പം ഈ തൈലം ഉപയോഗിച്ചിട്ട് ഒരുപാട് ഒടിവിദ്യകൾ ചെയ്യുന്നുണ്ട്. ഇതാണ് ഇവരുടെ മെയിനായിട്ടുള്ള ഒരു മഷിക്കൂട്ടെന്ന് പറയുന്ന സാധനം. അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒടിവിദ്യ. അപ്പം ഒടി മറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ മരുന്നുകൾ നമ്മുടെ ശരീരത്ത് തൂത്തിട്ട് നമ്മൾ വെളിയിലിറങ്ങി നടന്നാൽ നമ്മളെ ആരും കാണില്ല, നമുക്കെല്ലാവരെയും കാണാം. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒടിവിദ്യ. ഒടിവിദ്യ എന്ന് പറഞ്ഞാൽ കൂടുതലും മരുന്നുകളാണ്, മന്ത്രങ്ങളെ കഴിഞ്ഞും കൂടുതൽ മരുന്നുകളാണ്, മരുന്നിൻ്റെ കൂട്ടുകളാണ്. ആ മരുന്നിൻ്റെ പവറാണ്, മൂലികയുടെ പവറാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഒടിവിദ്യ എന്ന് പറയുന്നത്. ഇപ്പോഴും ശരിക്കും ഒത്തിരി ആൾക്കാരുണ്ട് ചെയ്യുന്നത് അല്ലേ? ഇത് ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ അപൂർവമാണ്. ഇപ്പം ഈ ഒടി മറയാനുള്ള മരുന്നൊക്കെ അറിയാവുന്ന ആളുകളൊക്കെ ഇപ്പോൾ ഉണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്, പക്ഷേ എൻ്റെ അറിവിൽ ഇപ്പോൾ അങ്ങനെയുള്ള ആളുകളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. പഴയ കഴിഞ്ഞ തലമുറയിൽ വരെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകൾ. പക്ഷേ ഒടി വിദ്യ എപ്പോഴും ഉണ്ട്, ഉള്ളതാണ്, ഉണ്ടായിരുന്നതാണ്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ മരുന്നുകൾ ഒടിക്കുന്ന വിദ്യ എനിക്കറിയാം. പക്ഷെ ഇങ്ങനെയുള്ള ഇതിൻ്റെ കൂട്ടുകളും കാര്യങ്ങളും മരുന്ന് ഒടിക്കുന്ന ആ കമ്പുകൾ അത് ഏത് തരത്തിലുള്ള വൃക്ഷങ്ങളാണ് അല്ലെങ്കിൽ ചെടികളാണ് ഉപയോഗിക്കുന്നത്? അതിൻ്റെ പേര് പറയാൻ പറ്റില്ല, പേര് നമുക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല. അപ്പം അതായത് നമുക്ക് ഒടിയാണ് കിട്ടിയേക്കുന്നതെന്ന് അറിയാമെങ്കിൽ നമ്മൾ ഒടി വെട്ടുക എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അടുത്ത വിദ്യ. ഇപ്പോൾ ഒരു ഒടി ഒരാൾക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ അതിനെ മറികടക്കുക എന്നുള്ളത് ഒടി വെട്ടുക എന്നാണ് പറയുന്നത്. അതിനെ ഒടി വെട്ടുക എന്നാണ് പറയുന്നത്. അതായത് ഒടി ബാധിച്ച് അത് വെട്ടി വിടുക എന്നുള്ള അത് വേറെ മരുന്ന് വെച്ച് ഇവരെ ഇരുത്തിക്കൊണ്ട് ഈ മരുന്ന് വെട്ടിക്കളയുക. ഇവരെ ഒഴിഞ്ഞ് ഈ മരുന്ന് അങ്ങ് വെട്ടിക്കളയുക. അതിന് നാളികേരത്തെ വെച്ചാൽ വെട്ടിക്കളയുമ്പോഴത്തേനും ഇവരുടെ ഒടി മാറും. അങ്ങനെയുള്ള കാര്യം. പക്ഷെ മരുന്നുകളൊക്കെ കിട്ടാൻ അപൂർവങ്ങളായിട്ടുള്ള മരുന്നുകളാണ്. ഇത് സാധാരണഗതിയിൽ കിട്ടുന്ന ഒരു മരുന്നുകളല്ല. ഇതെല്ലാം കിട്ടണമെങ്കിൽ കാടുകളിൽ എനിക്ക് മരുന്ന് പറിച്ചു തരുന്ന ആളുകളുണ്ട്. എനിക്ക് വൈദ്യത്തിന് വേണ്ടിയൊക്കെ ആണെങ്കിലും മരുന്ന് പറിച്ചു തരുന്ന ആളുകളുണ്ട്. സ്ഥിരമായിട്ട് മരുന്ന് പറിച്ചു തരുന്ന ആളുകളുണ്ട്. അവർ ഈ ശബരിമല പോലുള്ള വനങ്ങളിൽ ഒക്കെയാണ്, ആര്യങ്കാവ് അങ്ങനെയുള്ള വലിയ വനങ്ങളിലൊക്കെ പോയി അവർ ചില മരുന്നുകളൊക്കെ കൊണ്ടുവരുന്നത്. അവർ പാരമ്പര്യമായിട്ട് അവർ മരുന്ന് പറിക്കുന്നവരാണ്. പാരമ്പര്യമായിട്ട് തന്നെ അവർ ജോലി അതാണ്, തൊഴിലതാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഒടിയണമെങ്കിലും അതൊരു പ്രത്യേക രീതിയിൽ ഉള്ള പരുവത്തിലുള്ള ഒരു കഷ്ണമൊക്കെ ആയിരിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒടിയുന്ന കറക്റ്റ് ആയില്ല, അല്ലെങ്കിൽ അതിന് അല്ലേ? അങ്ങനെയല്ല, ചില മരുന്നുകൾ കൂട്ടിക്കെട്ടുക, ചില വള്ളികൾ ഒക്കെ കൂട്ടിക്കെട്ടുക. കെട്ടിയിട്ട് ചുമ്മാ നടന്നു പോകുന്ന വഴി കിട്ടാൻ മതിയെന്ന്. ഇതൊക്കെ അവച്ച് കിടന്നാൽ ഒടിയാ. അവൻ്റെ പേര് നാളും പറഞ്ഞാൽ ഇപ്പം ആ ഒരു വ്യക്തിക്ക് ഒടിയാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് എങ്ങനെയാണ് അറിയുന്നത്? എങ്ങനെയാണ് നമുക്ക് അവരുടെ ശരീരപ്രകൃതി, അവരുടെ പെരുമാറ്റം കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പെരുമാറ്റം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ജോയിന്റ് എല്ലാം അനങ്ങത്തില്ലെന്നേ, എവിടെയും ഇരുന്നാ ഇരിക്കും. പിന്നെ നമ്മൾ പിടിച്ചെഴുന്നേപ്പിക്കില്ല, കാലൊക്കെ ഒന്ന് നൂർന്ന് കിട്ടുന്ന സമയങ്ങൾ പിടിക്കും. അത് ഒടി കിട്ടി കിടപ്പ് രോഗിയായി പോവും. ഇരുന്ന് പോവും, സ്തംഭിച്ചു പോവും. അതാണ് ഇരുന്ന് പോകുന്നുള്ളതാണ്, കിടന്നു തന്നെ പോവും. അത് ഒടി കിടക്കുന്നവർക്ക് കിട്ടുന്ന പണിയാണ്. അപ്പോൾ ഇപ്പോഴും ഈ പിള്ളതൈലത്തിൻ്റെ പരിപാടിയൊന്നും ആരും ചെയ്യുന്നില്ലെങ്കിലും ഒടിവിദ്യകൾ, ഈ ചെറിയ ചെറിയ മരുന്നുകൾ കൊണ്ടുള്ള കെട്ടും കൂട്ടും ബന്ധനങ്ങളൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അതറിയാവുന്ന മാന്ത്രികന്മാർ ഒരുപാട് പേരുണ്ട്. മരുന്നുകളെ പറ്റി നന്നായിട്ട് അറിയാവുന്ന മാന്ത്രികന്മാർ ഒരുപാട് പേരുണ്ട്. കാരണം ഇത് ചൊവ്വേ നേരെ വിജയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾക്കൊരു പണി കൊടുക്കണമെങ്കിലോ, ചില ഒടികളെ നമ്മൾ വെട്ടണമെങ്കിലോ ഇങ്ങനെയുള്ള മരുന്നുകൾ പഠിച്ചേ പറ്റുള്ളൂ. പഠിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആളുകളാരും എൻ്റെ അടുത്ത് വന്നിട്ടില്ല. പക്ഷേ ഒരു 2-3 ശിഷ്യന്മാരെനിക്കുണ്ട്. ഒരാൾ മലേഷ്യയിലാണ്. മലേഷ്യയിൽ നിന്ന് ഒരാൾ വന്ന് എൻ്റെ അടുത്ത് വന്ന് പഠിച്ചതാണ്. പിന്നെ എന്നാ വെച്ചാൽ ഇതൊന്നും ആർക്കും അങ്ങനെ വിധിയില്ലെന്നേ. കാരണം വെച്ചെന്നാൽ ഇത് ചിലർ പഠിക്കുന്നത് അവർ ശത്രുക്കളെ ഇട്ട് ചെയ്യാനും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇത് പഠിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരാൾ അവൻ്റെ ആദ്യത്തെ ചിന്താഗതി എന്ന് പറയുന്നത് മോശം ചിന്താഗതിയാണ്. നെഗറ്റീവ് ആദ്യം ചിന്തിക്കുന്നുള്ളൂ. കാരണം ഇത് പഠിച്ചിട്ട് വേണം അവൻ്റെ പണി കൊടുക്കാൻ. ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. അത് ചിന്തിച്ചുകൊണ്ടേ വരത്തുള്ളൂ. അല്ലാതെ എന്തിനാണ് പണി പഠിക്കുന്നത്? ഇങ്ങനൊരു വിദ്യ ആരും പഠിക്കേണ്ട കാര്യമില്ല. ഉണ്ടോ? പൈസ ഉണ്ടാക്കാൻ വേറെ മാർഗ്ഗങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനൊരു വിദ്യ പഠിക്കണമെങ്കിൽ അങ്ങോട്ട് പണി കൊടുക്കണം. ഈ കലിപ്പോടുകൂടി തന്നെയാണ് ഈ വിദ്യ പഠിക്കാൻ പറ്റിക്ക് വരുമ്പോൾ. അതുകൊണ്ട് തന്നെ ഞാൻ പഠിപ്പിക്കാറുമില്ല. ദ്രോഹം ചെയ്യാൻ വേണ്ടി പഠിക്കേണ്ട വിദ്യ അല്ല ഇത്.
ആരെയും ദ്രോഹിക്കാൻ വേണ്ടി പഠിക്കേണ്ട വിദ്യയല്ലേ. അല്ലെങ്കിലും ഇത് സാധാരണഗതിയിൽ അങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റുന്നോ അത്ര നിസ്സാരമല്ല. കാരണം വെച്ചാൽ ഇത് വലിയ വലിയ പരീക്ഷണങ്ങളാണ്. വലിയ പരീക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ വലിയ പരീക്ഷണങ്ങളാണ്. കാരണം വെച്ചെന്നാൽ ഇത് അർദ്ധരാത്രിയിൽ ശ്മശാനത്ത് പോയിരേണ്ട കാര്യങ്ങളുണ്ട്, കാട്ടിൽ ഉൾക്കാടുകളിൽ ഒറ്റയ്ക്ക് പോകേണ്ട കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ വെള്ളത്തിൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ കഴുത്തൊപ്പം വെള്ളത്തിലൊക്കെ അർദ്ധരാത്രി ഒറ്റയ്ക്ക് പോയി ഇറങ്ങി നിൽക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലാതെ ഒന്നും ഇതിന് ഒറ്റയ്ക്ക് പോയി അതൊക്കെ ആര് പോയി ചെയ്യാൻ, ആരൊന്നും ചെയ്യുകയോ, വലിയ പരീക്ഷണങ്ങളാണിത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ വിദ്യ അഭ്യസിക്കാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ഭയമില്ലാതെ വരുത്തുക എന്നുള്ളതാണ്. ഭയമില്ലാതാക്കുക. ഭയമില്ലാതായെങ്കിൽ മാത്രമേ ആത്മീയതയിലേക്കും പോകാൻ പറ്റുള്ളൂ, മന്ത്രവാദം ചെയ്യാനും പറ്റത്തുള്ളൂ. അല്ലാതെ ഒരുത്തിനെ കൊണ്ട് പറ്റില്ല. കാരണം ഇത് രണ്ടും വലിയ പ്രശ്നമാണ്. താങ്കൾ ഇത്രയും വിദ്യകളും മന്ത്രങ്ങളും അല്ലെങ്കിൽ ഒരു മന്ത്രവാദിയായിട്ടൊക്കെ ഇങ്ങനെ പൂജകൾ ചെയ്തുമൊക്കെ പോകുമ്പോൾ താങ്കളുടെ ഒരു സംരക്ഷണം അല്ലെങ്കിൽ താങ്കളുടെ കുടുംബത്തിൻ്റെ സംരക്ഷണം എങ്ങനെയാണോ ചെയ്യുന്നത്? ഇത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ ദേശത്തിന് നമ്മൾ കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞു, ദേശത്തിന് കർമ്മം ചെയ്തിട്ട് വേണം മറ്റൊരു കർമ്മം ചെയ്യണം എന്ന് പറയുന്നത് പോലെ തന്നെ ആദ്യം ദേശത്തിനൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ പ്രൊട്ടക്ഷനാണ് ആദ്യം ചെയ്യേണ്ടത്. ആണ്. അതായത് നമുക്ക് അനുകൂലമായിട്ട് നമ്മുടെ പിതാക്കന്മാരും നമ്മുടെ മൂർത്തികളും പിന്നെ നമ്മുടെ കുടുംബദേവതകളുമൊക്കെ നമുക്ക് അനുകൂലമായിട്ട്, അപ്പം നമ്മളൊരു കാര്യം ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ അവരോട് അനുവാദം ചോദിക്കുക. മനസ്സിലായോ? അവരോട് നമ്മൾ അനുവാദം ചോദിക്കുക. ഞാനൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ്, ഇന്ന കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനകത്ത് നമ്മളിങ്ങനെ തന്നെ പറയാം, നമ്മൾക്ക് ഇത്രയും ഒക്കെ പാത കെട്ടിയിട്ടുണ്ട് പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ തന്നെ, ഞാൻ കണ്ണറിയ പാവിയാണ് കണക്കറിയ പൊട്ടനാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. മനസ്സിലായില്ലേ? കാരണം നമ്മുടെ പിതാക്കന്മാരുടെയോ അല്ലെ നമ്മുടെ ഗുരുക്കന്മാരുടെ അത്ര അറിവും പഠിത്തമൊന്നും നമുക്കില്ല, ഉണ്ടോ? അപ്പോൾ നമ്മൾ അങ്ങനെ കണ്ണറിയത്തില്ല, നമുക്ക് കണക്കറിയത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇല്ലായ്മ പറഞ്ഞാൽ തുടങ്ങുന്നത്. എന്നിട്ട് നമ്മൾ അവരെയാണ് നമ്മൾ ആദ്യം വിളിച്ച് വരുത്തുന്നത്. നമ്മുടെ പിതാക്കന്മാരെ നമ്മുടെ മൂർത്തികളൊക്കെ ആദ്യം വിളിച്ച് വരുത്തേച്ച് ആദ്യം എനിക്ക് എൻ്റെ കുടുംബത്തിന്, അത് എൻ്റെ അക്കോർത്തിൽ കിടക്കുന്ന മീനിനടക്കം കാവൽ കെട്ടും. കാവൽ കെട്ടുക എന്ന് പറയുന്നതിന് കാവലും കെട്ടി ആ വന്നിരിക്കുന്ന വ്യക്തിയും അവരുടെ കുടുംബവും അവരുടെ കുടുംബത്തിലുള്ള പട്ടിക്കുഞ്ഞിനെ വരെ നമ്മൾ കാവൽ കെട്ടിയാച്ചാണ് ചെയ്യുന്നത്. കെട്ടാതെ ചെയ്താലുള്ള കുഴപ്പം, കാവൽ കെട്ടാതെ ചെയ്താലുള്ള കുഴപ്പം എന്ന് വെച്ചാൽ, എനിക്ക് ഫാമുണ്ടായിരുന്നു നേരത്തെ. ഈ കോഴി, താറാവ്, കൾക്കം അങ്ങനെയുള്ള കുറേ പക്ഷികളും ചെറിയ മയിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഫാം പോലെ ഉണ്ടായിരുന്നു. ഈ കാവൽ കെട്ടാതെ ചെയ്ത സമയത്ത് വീട്ടിൽ കൂട്ടത്തോടെ ചത്ത് കിടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കാവൽ കെട്ടാതെ. അതൊക്കെ ഈ ധൃതിക്ക് പോയി ചെയ്യുന്നതാണ്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ടേ ധൃതിക്ക് പോയി ചെയ്യും. അപ്പം അങ്ങനെ ചെയ്തിട്ട് എനിക്ക് വീട്ടിൽ വന്നിട്ട് എനിക്ക് അങ്ങനെ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഒരുപാട് കാടക്കോഴികളൊക്കെ ചത്തുപോയിട്ടുണ്ട്, കോഴി ചത്തുപോയിട്ടുണ്ട്, അതുപോലെ തന്നെ എൻ്റെ തത്ത ചത്തുപോയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പാട്ടോ. അപ്പോൾ ആ കാലത്തൊന്നും അത്ര ഒരു എന്താ പറയുക, ഇതിനെ വെറും നിസ്സാരമായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. താങ്കളുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്നതായിട്ട് ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. ആരോഗ്യത്തിൽ വായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അത് ഒരനുഭവം ഞാൻ പറയാം. ഞാൻ മൂവാറ്റുപുഴയിലുള്ളൊരു വീട്ടിൽ കർമ്മം ചെയ്യാൻ വേണ്ടി പോയത്. അതിതുപോലെ ബാധാദോഷമായിരുന്നു. അത് അവിടുത്തെ കർമ്മം കഴിഞ്ഞിട്ട് വെളുപ്പിന് 3 മണിയായി. ഞാൻ വീട്ടിലേക്ക് വരുന്നത് ബൈക്കിലാണ് വരുന്നത്. ബൈക്കിൽ വരുന്ന വഴിക്ക് അപ്പം നമ്മുടെ വീട്ടിലോട്ട് കയറി പോകാൻ വേണ്ടി ഗുഡ്സ് വഴിയുണ്ട്, മെയിൻ വഴി അല്ലാതെ ഷോർട്ട് കട്ട് വഴിയിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് കുറേ ദൂരേക്ക് പോന്നിട്ട് ഞാൻ ഒന്ന് മയങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ കണ്ണടഞ്ഞു പോയി. എൻ്റെ വണ്ടി ചെന്ന് ഒരു വലിയ കരിങ്കല്ല് കെട്ടിട്ട് ഇടിച്ചിട്ട് മറിഞ്ഞു വീണ് ഒരു കാല് അടിയിലാണ്. ഞാനിങ്ങനെ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുക, കൈ കുത്തി ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുക, കാലയിലാണ് വണ്ടി വീണിരിക്കുന്നത്. അപ്പോൾ ഈ കൈ എനിക്ക് പൊക്കത്തില്ല, ഈ കൈ എടുക്കത്തില്ല. ഈ കൈ എടുത്താൽ ഞാൻ കിടന്നു പോകും. കാരണം ഈ കയ്യെ കുത്തിയാണ് ഞാൻ നിൽക്കുന്നത്, ഇങ്ങനെ ചാഞ്ഞ് കിടക്കുക, കാലേ വണ്ടിയും കിടക്കുക. അവിടുന്ന് ഞാൻ എഴുന്നേക്കാൻ നോക്കിയിട്ട് എനിക്ക് എഴുന്നേക്കത്തില്ല, വണ്ടി കാലേ കിടക്കുക. ഒറ്റയ്ക്ക് ഇത് പൊക്കാൻ നോക്കിയിട്ട് പൊങ്ങുന്നുമില്ല. ഒരു വണ്ടി തൊട്ട് ആ വഴിക്കിട്ട് വരുന്നുമില്ല. ഈ സമയമല്ലേ, ഞാൻ കുടിച്ചു വഴി കൂടെ പോകുന്നു, എളുപ്പ വഴിക്ക് പോയതാണ്. അപ്പോൾ അങ്ങനെ ഒരു രക്ഷയില്ല. ലാസ്റ്റ് ഞാൻ
എന്താ പറയുന്നത് അതുപോലെ പെട്ട് കിടക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ സേവാമൂർത്തികളെയൊക്കെ വിളിച്ച് കാർന്നന്മാരെയൊക്കെ വിളിച്ച് ഈ ഒറ്റയ്ക്ക് തന്നെ ഞാൻ വണ്ടി പൊക്കി കാലൂരിയെടുത്ത് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്കറിയില്ല. തല ഈ കരിങ്കൽ കെട്ടിന് ഇടിച്ചിട്ട് ഇങ്ങനെ ചന്ദ്രക്കല പോലെ ഇപ്പോഴും ഉണ്ട്, പൊളന്നിരിക്കുക. അപ്പോൾ അങ്ങനെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാൻ മേലാതെ കുറച്ച് നേരം അവിടെ നിന്ന് തല മരച്ചു പോയി. അപ്പം അന്നേരം എനിക്ക് ആരെങ്കിലും വീട്ടിൽ കയറി വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. വണ്ടിയൊന്നും ആ വഴിക്ക് വരുന്നുമില്ല. ആരെങ്കിലും വീട്ടിൽ കയറി വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവിടെ അതിലൊക്കെ വീടുകളൊക്കെ ഉണ്ട്. പക്ഷേ ആരെയും എനിക്ക് വിളിക്കാൻ തോന്നിയില്ല. കാരണം ചോരയ്ക്കകത്ത് ഞാൻ കുളിച്ച് നിൽക്കുക. തുടയ്ക്കാൻ വേണ്ടി ഒരു തുണി പോലും ഇല്ല. ഈ ഉടുത്ത ഡ്രസ്സിലല്ലേ മൊത്തം ചോര ഇങ്ങനെ കൂടുകൂടാന്ന് ഒഴുകിക്കൊണ്ടിരിക്കുക. ലാസ്റ്റ് അപ്പം ഈ അവസ്ഥയിൽ ഞാൻ പോയി ഒരു വീട്ടിൽ ചെന്ന് കോളിംഗ് ബെല്ലടിച്ച് വിളിച്ച് അവരിറങ്ങി വന്ന് കഥ തുറന്ന് നോക്കിയാൽ ഞാൻ ഈ അവസ്ഥയിൽ നിൽക്കുന്ന കാണുന്നത്. അവർക്ക് പെട്ടെന്ന് പേടിച്ച് തലകറങ്ങി വല്ല വീഴുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് വേറെ ഇത്. അങ്ങനെ ഓർത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ ഒരു കെട്ടിടം കണ്ടു. അപ്പം അതിൽ കെട്ടിയിട്ടുണ്ട്, അകത്താണ് കെട്ടിടം കണ്ടു. ഞാൻ എന്നാൽ ഇവിടെ കയറി കിടന്നേക്കാം. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ചോര കുറേ വാർന്നു പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ക്ഷീണം തോന്നി, കിടക്കണമെന്നാണ് തോന്നിയത്. അപ്പോൾ എന്നാൽ കയറി കിടന്നേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഗേറ്റും തള്ളി നോക്കിയപ്പോൾ ഗേറ്റ് ചുമ്മാ ചാരിയിട്ടുള്ളൂ, അടച്ചിട്ടില്ല. അപ്പോൾ അത് സ്കൂളാണ്. ഞാനകത്ത് കയറി കിടന്നു, വരാന്തയിൽ കിടന്ന് പിന്നെ ഒന്നും അറിഞ്ഞില്ല. പിന്നെ പിറ്റേ ദിവസം 9:30 ആയപ്പം രാവിലെ വെളുപ്പിന് 3 മണിക്ക് ഇത് സംഭവിക്കുന്നത്, 3-3:30 ആയപ്പോഴാണ് സംഭവിക്കുന്നത്. പിറ്റേ ദിവസം 9:30 ആയപ്പോഴേക്കും ഈ മതിൽക്കെട്ടിൻ്റെ അപ്പുറത്ത്, റോഡിനപ്പുറത്ത് ഒരു കടയുണ്ട്. അപ്പോൾ ആ കടക്കാരൻ എൻ്റെ വണ്ടി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ആ വണ്ടി അവിടെ കൊണ്ട് വെച്ചിട്ടാണ്, വണ്ടി അവിടെ ഇരിപ്പുണ്ട്. ആരുടെ വണ്ടി രാവിലെ തൊട്ട് ഇരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിക്കിട്ട് നോക്കാൻ വേണ്ടി അദ്ദേഹം വണ്ടിയുടെ അടുത്ത് വന്നു. വണ്ടിയുടെ അടുത്ത് വന്നപ്പോഴാണ് ഈ മതിൽക്കെട്ടിനകത്തോട്ട് അകത്തോട്ട് നോക്കിയത്. അന്നേരം ഞാൻ അകത്ത് കിടക്കുക. ഞാൻ കിടക്കുമ്പം ചോരയ്ക്കകത്ത് തളം കെട്ടി കിടക്കുക. ഈ വരാന്ത മുഴുവൻ ചോര, അതിനകത്ത് കിടക്കുക, ഈ ചോരയ്ക്കകത്ത് കുളിച്ച് കിടക്കുക. ഉടനെ അയാൾ പെട്ടെന്ന് നാട്ടുകാരെയൊക്കെ വിളിച്ച് കൂട്ടി എല്ലാവരും വന്ന് വീഡിയോ ഒക്കെ എടുത്ത്, ഞാൻ മരിച്ചു കിടക്കുകയാണെന്നുള്ള രീതിയിലാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പം വീഡിയോ ഒക്കെ എടുത്ത് പോലീസിനെ വിളിക്കാൻ വേണ്ടിയൊക്കെ തയ്യാറെടുപ്പായി. അന്നേരത്തേനാണ് ഞാൻ ചെറുതായിട്ടൊന്ന് ഞരങ്ങി കഴിയുമ്പോൾ ജീവനുണ്ട് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് വിളിച്ച് എഴുന്നേറ്റ് പിന്നെ എന്നെ അവർ വെള്ളമൊക്കെ ഒഴിച്ച് മൊത്തം മേത്തൊക്കെ വെള്ളമൊഴിച്ചൊക്കെ ഒഴിച്ച് കുളിപ്പിച്ച് അന്നേരമാണ് എനിക്ക് ബോധം വരുന്നത്. ആ സമയം ആ വെളുപ്പിന് 3 മണിക്ക് ബോധം പോയിട്ട് അന്നേരമാണ് ബോധം വരുന്നത്. അത് കഴിഞ്ഞ് അവർ വിളിച്ച് ആശുപത്രി കൊണ്ടുപോയി, എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റാക്കി. 12 സ്റ്റിച്ച് ഉണ്ടായിരുന്നു തലയിൽ. അപ്പം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ വലിയ മിടുക്കനാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എത്ര വലിയ മിടുക്കുള്ളവനും ബാധയടിച്ച് തന്നെയാണ്. പല മന്ത്രവാദികളും മരിച്ചിട്ടുള്ളത് ബാധയടിച്ച് തന്നെ മരിച്ചിട്ടുള്ളത്. അപ്പം കാരണം ഇത് ഒരു വലിയ നെഗറ്റീവാണ്. കാരണം കാണുന്നവർക്കിത് സിമ്പിളാണ്. നമുക്ക് ഈ വിദ്യ കാണുന്നവർക്ക് അത്രയേ ഉള്ളൂ എന്ന് ചിന്തിക്കും. പക്ഷേ അതല്ല, നമുക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളും വരും. അതുകൂടാതെ നമുക്ക് ശാരീരികമായിട്ട് ക്ഷീണം വരും. ചില ബാധയൊക്കെ പിടിച്ചിട്ട് വന്നിട്ട് ഞാൻ 3 ദിവസം 4 ദിവസമൊക്കെ ആഹാരം പോലും കഴിക്കാതെ കിടന്നിട്ടുണ്ട്. കിടന്നിട്ടുണ്ട്. മിണ്ടാൻ പോലും മേലാത്ത രീതിയിൽ. കാരണം ഇത് നമ്മുടെ ശരീരത്തിന് അത്രയും ബാധിക്കും. നമ്മുടെ ശരീരത്തിലുള്ള സർവ്വസത്വം ഊറ്റിക്കൊണ്ട് പോകും. നമ്മുടെ എനർജിയെ മുഴുവൻ ഊറ്റിക്കൊണ്ട് പോകും. അങ്ങനെയാണ് നമ്മൾ തളർന്ന് കിടന്നു പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അത് അവിടെ നിന്ന് ഒരു ജീവൻ വെച്ച് വരണമെങ്കിൽ സമയം പിടിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ കുറേയൊക്കെ നമ്മൾ കാവൽ കെട്ടിയും അതുപോലെ ശ്രദ്ധയോടും കൂടി ചെയ്താൽ വലിയ പ്രശ്നങ്ങളില്ല. അതേസമയം ശ്രദ്ധയില്ലാതെയോ അല്ലെങ്കിൽ നമ്മളതിനെ അതെന്നെ നിസ്സാരമായിട്ട് കണ്ടുകൊണ്ടോ നമ്മൾ ഒരു ബാധേനം പിടിക്കാൻ പോകരുത്. തട്ടുന്നത് അത് ഒരുപാട് പ്രാവശ്യം മേടിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അതെനിക്കറിയാം. കാരണം ഞാനിങ്ങനല്ലായിരുന്നു, ഞാനിതിൻ്റെ ഇരട്ടി ഉണ്ടായിരുന്നു. ഈ ബാധപിടുത്തം തുടങ്ങിയ പിന്നെയാണ് ഞാനിങ്ങനെ ക്ഷീണിച്ച് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇരട്ടി ഉണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ ഇതിനകത്ത് നമ്മുടെ ശാരീരികമായിട്ടും നമ്മളെ ബാധിക്കും, മാനസികമായിട്ടും ബാധിക്കും, അല്ലാത്ത രീതിയിലും നമ്മൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ വേണ്ട രീതിയിൽ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം. കാരണം ഇത് കണ്ണിൽ കാണാവുന്ന സാധനം അല്ലെന്നേ. നമ്മുടെ കണ്ണിൽ കാണാത്ത സാധനത്തിനെയാണ് നമ്മൾ പിടിക്കുന്നത്. ചിലതിനെയൊക്കെ നമുക്ക് കാണാം, ചിലതിനൊന്നും കാണാനൊന്നും പറ്റില്ല. ആ കാണാതിരിക്കുന്നതിനൊക്കെയാണ് നമുക്കിട്ട് തട്ട് തന്നിരിച്ച് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ. ആക്സിഡൻ്റ് തന്നെ എത്ര എണ്ണം, 1-2 അല്ല. എൻ്റെ 2 കാല് ഒടിഞ്ഞാണ്. 2 കാല് ഒടിഞ്ഞാണ് എന്നെ. അത് ആക്സിഡൻറ്റ് ഇഷ്ടം പോലെ. ഇത് മുഴുവൻ കമ്പി സിമെൻറ്റും തന്നെയാണ് ശരീരം മുഴുവൻ. അതുപോലെ ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അപ്പം നമ്മുടെ ശ്രദ്ധ കുറവ് കൊണ്ടും
നമ്മളതിനെ നിസ്സാരമായിട്ട് കാണുന്നത് കൊണ്ട് എന്നാലും നമ്മളൊരു നിയോഗമായിട്ടാണല്ലോ ഇതിലേക്ക് വന്നത്. തീർച്ചയായിട്ടും. അല്ല, ഞാൻ ഇതിനെ പലതവണ ഞാൻ ഒഴിവാക്കിയതാണ്. ഞാനിനി ഇത് ചെയ്യില്ല എന്നും പറഞ്ഞുകൊണ്ട് പലതവണ ഒഴിവാക്കിയിട്ടും പിന്നെയും എന്നെ ഈ ഫീൽഡിലോട്ട് തന്നെ എന്നെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടം വരെ എത്തുകയും ചെയ്തു. പല പ്രാവശ്യം ഞാൻ ഒഴിവാക്കിയത്, പല പ്രാവശ്യം. കാരണം വെച്ചാൽ ഇനിയും ഞാനിത് എനിക്ക് ഒഴിവാക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഞാനൊരു ആശ്രമം തല്ലിക്കൂട്ടാനുള്ളൊരു പരിപാടിയിലും കാര്യങ്ങളിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിലേക്കൊക്കെ പെട്ട് കഴിഞ്ഞെന്നാൽ പിന്നെ നമ്മൾ ഈ ഫീൽഡിലങ്ങ് വിടും. പിന്നെ നമ്മൾ ആത്മീയതയിലോട്ടുള്ള ഒരു പാത തെളിച്ച് അതിലേക്ക് യാത്ര ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലൊക്കെ ഇരിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഇങ്ങനെ ഇപ്പം തൽക്കാലം ഞാൻ ഈ മന്ത്രവാദ ഫീൽഡ് നിർത്തണം എന്നോർത്തുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. കാരണം ശാരീരികമായിട്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. ശാരീരികമായിട്ട് തന്നെയല്ല, മാനസികമായിട്ട് അല്ലാതെയൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ ശ്രദ്ധക്കുറവ് കൊണ്ടല്ല, കാരണം അതുപോലെ നമുക്ക് ബാധകൾ പിടിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഒരുപാട് പേരുടെ സാധനങ്ങൾ നമ്മൾ, കാരണം ഇന്ന് ഒരാളുടെ പിടിക്കുന്നതായിരിക്കും അടുത്ത ആൾക്ക് വരുന്നത്, അടുത്ത ആളുടെ പിടിക്കുന്നതായിരിക്കും മറ്റേ ആൾക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ പല വർഷങ്ങളായിട്ട് കിടക്കുന്നത്, അവരുടെ പാരമ്പര്യമായിട്ട് കിടക്കുന്ന അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പിടിക്കുമ്പോൾ ശാരീരികമായിട്ട് തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഫീൽഡിലങ്ങ് നിർത്തണം എന്നോർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു ആശ്രമം തല്ലിക്കൂട്ടാനുള്ള ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പോൾ അങ്ങനെ അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്തരം ഈ അറിവുകളുള്ള ആൾക്കാർ ഇന്ന് വളരെ കുറവാണ്. അപ്പം ഇതുപോലുള്ള ആവശ്യക്കാർ വരുമ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഉടനെ വല്ലവരും ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുക എന്നുള്ളതല്ലാതെ മുന്നോട്ട് എനിക്ക് ഇതിനോട് താല്പര്യം കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു അവസ്ഥയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആളുകൾ വന്നു കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇപ്പം നമ്മളിതൊരു ഫീൽഡ് ഒരു തൊഴിലാക്കി എടുക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നില്ല മുന്നോട്ട്. കാരണം ഒരു ആശ്രമമൊക്കെ ആയിട്ട് അത് തന്നെയല്ല, ഈ തലം വിടണം, ഈ തലം വിട്ട് അടുത്ത തലത്തിലേക്ക് യാത്ര ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇപ്പം ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആത്മീയതയിലേക്ക് പൂർണ്ണമായിട്ടും പോകണം, ആത്മീയതയിലേക്ക് ലയിക്കണം, അങ്ങനെയൊക്കെയുള്ള ചിന്തയും കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ട്. പിന്നെ എല്ലാം തമ്പുരാൻ്റെ കൃപ പോലെ നടക്കട്ടെ. അപ്പം ഞാനിപ്പോൾ ഇതിനു വേണ്ടി ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. വേദമണിമുത്തം എന്നാണ് ചാനലിൻ്റെ പേര്. അറിവിൻ്റെ മണിമുത്തം. അപ്പോൾ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് മനുഷ്യൻ്റെ ഉൽപ്പത്തി തൊട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അതിനകത്ത് എനിക്ക് ജനങ്ങളോട് വെളിപ്പെടുത്തണമെന്നുള്ള ആഗ്രഹത്തിലാണ്. അതിനകത്ത് മന്ത്രവാദത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ജ്യോതിഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്, മരുന്നിനെക്കുറിച്ച് പറയുന്നുണ്ട്, യോഗയെക്കുറിച്ച് പറയുന്നുണ്ട്, കളരിയെക്കുറിച്ച് പറയുന്നുണ്ട്, വാസ്തുവിനെക്കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ പ്രകൃതിയെപ്പറ്റി തന്നെ സംസാരിക്കുന്നുണ്ട്. എല്ലാം തുടങ്ങിയതേ ഉള്ളൂ. മുന്നും വരും കാലങ്ങളിൽ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കണം. മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എന്താണ് കഴിക്കേണ്ടത്, മനുഷ്യൻ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, എങ്ങനെയാണ് ജീവിതം നയിക്കേണ്ടതെന്നൊക്കെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ ആളുകളെ എനിക്ക് വെളിപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഇങ്ങനെ ഒരു ചെറിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ കാണുന്ന പ്രേക്ഷകരും എൻ്റെ യൂട്യൂബ് ചാനൽ വേദമണിമുത്തം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലൊന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടം വരെ വന്ന് എനിക്കൊന്ന് കുറേ പുതിയ കാര്യങ്ങളും കൂടെ നമുക്ക് പഠിക്കാൻ പറ്റി, അറിവുകൾ പകരാൻ പറ്റി. അപ്പം ഒരുപാട് നന്ദി. ഏറ്റുമാനൂരാണ് ഇദ്ദേഹത്തിൻ്റെ സ്ഥലം, ഷൈബു എന്നാണ് സാറിൻ്റെ പേര്. അപ്പോൾ ഇനിയും എന്തെങ്കിലും ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പല ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പോലും അപ്പം പ്രശ്നമായിട്ട് വരുന്നവരെ തീർച്ചയായിട്ടും സഹായിച്ചല്ലേ പറ്റൂ. തീർച്ചയായിട്ടും നമുക്ക് കാരണം വെച്ചാൽ ഓരോ രീതിയിൽ ഓരോരുത്തർ ഓരോരോ പ്രശ്നങ്ങളുമായിട്ടല്ലേ വരുന്നത്. നമുക്കതിനെ കാണുമ്പോഴത്തേനെ അറിയാം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, കണ്ടമാനം ഇപ്പം എടുക്കണമെന്ന് വലിയ താല്പര്യത്തിലല്ല ഞാൻ. കാരണം ശാരീരികമായിട്ട് അതുപോലെ എനിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അതുകൊണ്ട് എന്നാലും നമ്മളെ കാണുന്ന പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ആവശ്യം വരും. താങ്കളെ പോലുള്ളവരെയാണ് അവർക്ക് ആവശ്യം. തീർച്ചയായിട്ടും. അപ്പം അവർ വിളിക്കുക. എന്തായാലും കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയുടെ താഴെ കൊടുത്തേക്കും. അപ്പം നമുക്ക് അവസാനിപ്പിക്കാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അപ്പം ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.